ബാലൻ കെ നായർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകന്റെ മുഖത്ത് ചെറിയൊരു ഭയം നിഴലിക്കാം, അല്ലെങ്കിൽ ഗൗരവഭാവം വളരാം, അല്ലെ? മലയാളം കണ്ട പ്രതിഭാശാലികളായ നടന്മാരുടെ നിരയിൽ എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുന്ന താരമാണ് ബാലൻ കെ നായർ. 2000 ഓഗസ്റ്റിലായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയത്. മികച്ച നടന്മാരിൽ ഒരാൾ എന്നതിനപ്പുറം മലയാള സിനിമയിൽ എന്തായിരുന്നു ബാലൻ കെ നായരുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കാതെ ആർക്കും ഉത്തരം പറയാനാവില്ല. കാരണം ഒരു വില്ലന്റെ എല്ലാ ക്രൂരതകളും സമാനതകളില്ലാതെ പ്രേക്ഷകന് മുന്നിൽ അവതരിപ്പിച്ച നടനായിരുന്നല്ലോ അദ്ദേഹം. വില്ലൻ, പ്രതിനായക, നായക വേഷങ്ങളിൽ തിളങ്ങിയ താരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ പ്രേക്ഷകർ രണ്ടാമതൊന്ന് ആലോചിക്കും. അത്രത്തോളം വ്യത്യസ്ത കഥാപാത്രങ്ങളെയാണല്ലോ പാലക്കാട് വാടാനപ്പള്ളിക്കാരുടെ സ്വന്തം ബാലേട്ടൻ വെള്ളിത്തിരയിൽ പകർന്നാടിയത്. കഥാപാത്രങ്ങൾക്ക് അതിഭാവുകത്വം നൽകി വന്നിരുന്ന പ്രതിനായകരിൽ നിന്ന് വ്യത്യസ്തനായ നടൻ എന്നതാണ് അനായാസം പറയാവുന്ന ഉത്തരമെന്ന് തോന്നുന്നു. തീക്ഷ്ണമായ നോട്ടം, പരുക്കൻ ശബ്ദം എന്നിവയ്ക്കൊപ്പം അംഗചലനങ്ങളാൽ പോലും കഥാപാത്രത്തെ വ്യത്യസ്തനാക്കിയ പ്രതിഭ. വെള്ളിത്തിരയിലെ നായകരുടെ ഉത്തമ വില്ലനായി അദ്ദേഹം മാറുകയും ഇരിപ്പിടം കാലങ്ങളോളം ഉറപ്പാക്കുകയും ചെയ്തതിന് മറ്റൊന്നല്ല കാരണം. ചാട്ടയിലെ കാളവേലു, അതിഥിയിലെ ശേഖരൻ, തച്ചോളി അമ്പുവിലെ മായൻകുട്ടി എന്നിങ്ങനെ ബാലൻ കെ നായർ എന്ന നടനെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങൾ അനവധിയാണ്. രൂപം കൊണ്ടും ഭാവം കൊണ്ടും വില്ലനായി തീർന്ന നായക നടൻ എന്നല്ലാതെ ആ കലാപ്രതിഭയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു വില്ലന്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ അഭിനേതാവ്, എല്ലാ തലമുറയിലുള്ളവരും ഭയത്തോടെ കണ്ടിരുന്നയാൾ, 2 ദശാബ്ദം മലയാള സിനിമയുടെ നാഴികക്കല്ലായി മാറിയ ആൾ, 2 തമിഴ് ചിത്രങ്ങൾ ഉൾപ്പെടെ 300 സിനിമകളിൽ അഭിനയിച്ചു. ഈ സിനിമകളിലെ ഗതിവിഗതികളെ നിയന്ത്രിച്ച അതിശക്തമായ കഥാപാത്രങ്ങളെ അനായാസം അനശ്വരനാക്കിയ നടൻ. ആയിരത്തി 1970 പുറത്തിറങ്ങിയ നിഴലാട്ടമാണ് ബാലൻ കെ നായരുടെ ആദ്യ സിനിമ. ഈ ചിത്രത്തിൽ എത്തുന്നതിന് മുൻപ് ഇന്ത്യൻ സിനിമയിലെ നിത്യഹരിത നായകൻ ദേവാനന്ദിന് പകരക്കാരനായി ഹിന്ദി സിനിമയിൽ സ്റ്റണ്ട് രംഗങ്ങളിൽ ബാലൻ കെ നായർ അഭിനയിച്ചിട്ടുണ്ട്. ദേവാനന്ദിന്റെ ഡ്യൂപ്പായി അഭിനയിച്ച ചിത്രം സർഹദ് 69 പുറത്തിറങ്ങിയത്. അതായിരുന്നു തുടക്കം. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ A. വിൻസെന്റ് സംവിധാനം നിർവഹിച്ച ചിത്രമാണ് നിഴലാട്ടം. നിർമ്മിച്ചത് ഹരി പോത്തന്റെ സുപ്രിയ കമ്പനി. പ്രേം നസീർ, ഷീല, കവിയൂർ പൊന്നമ്മ, തിക്കുറിശി സുകുമാരൻ നായർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. 2 പുതുമുഖങ്ങളാണ് ഈ ചിത്രത്തിലൂടെ രംഗത്ത് വന്നത്, സുധീറും ബാലൻ കെ നായരും. പിന്നീട് കുട്ടിയെടുത്തി PN മേനോന്റെ ചിത്രങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 74 അതിഥി, 78 തച്ചോളി അമ്പു എന്നീ സിനിമകളിലെ അഭിനയത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. 81 ഓപ്പോളിലെ അഭിനയ മികവിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. നാടകവേദികളിൽ നിന്നും രാഗി മിനുക്കിയതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയകല. വെള്ളിത്തിരയിലെ ഭാവപകർച്ചകൾക്ക് അത് തീക്ഷ്ണത കൂട്ടിയെന്ന് അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. നീ എന്തേ വൈകിയേ? കണ്ണിൽ മരുന്ന് ഒറ്റിച്ചിട്ടില്ല. പത്മനാഭന് ചെറിയൊരു വീടുണ്ടാക്കണം. അച്ഛനും പിന്നീട് അവിടെ താമസിക്കാം. അച്ഛനെ കാണിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട കാര്യമില്ല. ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ കഴിയുന്നതിലും ഭേദം ഇത് വിറ്റ് ആ കാശ് അവനെ ഏൽപ്പിച്ച് അവന്റെ കൂടെ ഞാൻ പരമസുഖമായിട്ട് കഴിയുക. അതല്ലേ കാര്യം? എറണാകുളത്ത് 2 കൊല്ലം അല്ലേ? MBA കേമാന്ന് എനിക്കും അറിയാം. പ്രോവിഡം ഫണ്ട് കിട്ടിയത് മുഴുവൻ ചെലവ് ചെയ്ത സീതാലക്ഷ്മിയുടെ കല്യാണം നടത്തിയത്. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കൂട്ടർക്ക് അവസാനമായപ്പോ 25 പവൻ കല്യാണ ചെലവിന് വേറെ. ഇപ്പോ 1-2 കൂട്ടർ കടക്കാരനാണ് ഞാൻ. കോഴിക്കോട് കൊയിലാണ്ടിയിലെ കരുനാട്ട് വീട്ടിൽ കുട്ടിരാമൻ നായരുടെയും ദേവകിയമ്മയുടെയും മകനായി 1933 ഏപ്രിൽ 4 ബാലൻ കെ നായർ ജനിക്കുന്നത്. 14 വയസ്സ് മുതൽ നാടകരചനയിൽ സജീവമായി. 15 നാടകങ്ങൾ എഴുതി സംവിധാനം നിർവഹിച്ചു. ഒഥല്ലോ, ഈഡിപ്പസ് തുടങ്ങിയവ പ്രധാന നാടകങ്ങളാണ്. പകലന്തിയോളം സ്വന്തമായി നടത്തുന്ന വർക്ക്ഷോപ്പിൽ ജോലി, രാത്രികാലങ്ങളിൽ നാടക റിഹേഴ്സൽ ക്യാമ്പുകളിലെ പഠനം. കോഴിക്കോട് നാടകവേദികളിൽ സജീവമാകുമ്പോൾ ബാലൻ കെ നായരുടെ ജീവിത രീതി ഇതായിരുന്നു. സുഭാഷ് തിയേറ്റർ എന്ന പേരിൽ സ്വന്തമായി ഒരു നാടക സമിതി രൂപീകരിച്ചപ്പോഴാണ് ബാലകൃഷ്ണൻ നായർ എന്ന പേര് ബാലൻ കെ നായർ എന്നാക്കി ചുരുക്കിയത്. കോഴിക്കോടൻ നാടക സമിതികളായ UDA എക്സ്പെരിമെന്റൽ തിയേറ്റേഴ്സ്, കോഴിക്കോട് കല, സംഗമം തിയേറ്റേഴ്സ്, ദേശപോഷിണി കലാസമിതി തുടങ്ങിയവയിലെല്ലാം പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. 60കളിലാണ് സൃഷ്ടി, ഒഥല്ലോ, ഈഡിപ്പസ്, ഉടഞ്ഞ വിഗ്രഹങ്ങൾ തുടങ്ങിയ നാടകങ്ങളിലൂടെ ബാലൻ കെ നായർ ജനശ്രദ്ധ നേടുന്നത്. ബാലൻ കെ നായർക്ക് പാട്ട് ചേരുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാവുമോ?
വില്ലൻ വേഷങ്ങൾ മാത്രമല്ല, നല്ല റൊമാൻറ്റിക് വേഷങ്ങളും ഗാനവും വരെ ചേരുമെന്ന് പക്ഷേ അദ്ദേഹം തെളിയിച്ചു ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ. വിമുക്ത ഭടനായ ഗോവിന്ദൻകുട്ടിയെ അദ്ദേഹം ഈ ചിത്രത്തിൽ അനശ്വരമാക്കി. മേനകയുടെ കഥാപാത്രത്തോട് പ്രണയാതുരമാകുന്ന ഗോവിന്ദൻകുട്ടി എന്ന മധ്യവയസ്കന്റെ കഥാപാത്രം. അന്നോളം കണ്ട ശീലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ബാലൻ കെ നായർ എന്ന അഭിനേതാവിനെയാണ് ഈ സിനിമയിൽ പ്രേക്ഷകർ കണ്ടത്. അന്നുവരെ തന്നെ വില്ലൻ വേഷങ്ങളിൽ തളച്ചിട്ടതിനോടുള്ള മധുര പ്രതികാരം കൂടിയായിരുന്നു പ്രണയം തുളുമ്പുന്ന ഗോവിന്ദൻകുട്ടിയുടെ പുഞ്ചിരിയെന്ന് ബാലേട്ടൻ എന്ന സിനിമാ ലോകത്ത് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓപ്പോളിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചതോടെ ചരിത്രത്തിൽ ഒരു വെള്ളിരേഖ കൂടിയായി. സമാനമായിരുന്നു ആൾക്കൂട്ടത്തിൽ തനിയെ, TP ബാലഗോപാലൻ MA, പുറപ്പാട്, അമരം തുടങ്ങിയ ചിത്രങ്ങൾ. ഓരോന്നും പകർന്നത് വ്യത്യസ്തതയുടെ അനുഭവങ്ങൾ. 80കളുടെ അവസാനത്തോടെ വ്യത്യസ്തമായ മികച്ച വേഷങ്ങൾ ബാലൻ കെ നായർക്ക് ലഭിച്ചു തുടങ്ങി. 1921 കാര്യസ്ഥന്റെ വേഷവും ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ, ഈനാട് എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിലെ നടനെ വ്യത്യസ്തനാക്കി. അവസാന ചിത്രം 90-ൽ പുറത്തിറങ്ങിയ കടവായിരുന്നു. കടവിലെ തോണിക്കാരനായി അദ്ദേഹം വെള്ളി വെളിച്ചത്തിൽ നിന്ന് പിൻവാങ്ങി. എന്തായിരുന്നു ബാലൻ കെ നായരുടെ ഊർജം? കോഴിക്കോട് നഗരത്തിലും ഗ്രാമങ്ങളിലും നാടകം നൽകിയ ഊർജമാണ് മലയാള സിനിമയിലേക്ക് ബാലൻ കെ നായർ പകർന്നു നൽകിയത്. മലയാള സിനിമയുടെ സുവർണ നാളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 80കളിൽ അഭ്രവാളിയിൽ അഭിനയ മുഹൂർത്തങ്ങളുടെ വേലിയേറ്റങ്ങൾ സൃഷ്ടിച്ച ചിത്രങ്ങൾ MTയും T ദാമോദരനുമാണ് ബാലൻ കെ നായർ ഏറെ നൽകിയത്. തുഷാരം, അഹിംസ, ഈനാട്, കടമ്പ, അക്ഷരങ്ങൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, ഓപ്പോൾ തുടങ്ങിയവ. MT വാസുദേവൻ നായരുടെ ശക്തമായ തിരക്കഥയിലൂടെ KS സേതുമാധവനാണ് ഓപ്പോളിനെ ഒരുക്കിയത്. ചിത്രത്തിൽ ബാലൻ കെ നായർ അവതരിപ്പിച്ച വിമുക്ത ഭടന്റെ ജീവസുറ്റ കഥാപാത്രം ദേശീയ തലത്തിൽ ഏറ്റവും നല്ല അഭിനയ പ്രകടനത്തിനും സാക്ഷ്യം വഹിച്ചു. അതോടെ വില്ലൻ കഥാപാത്രം എന്നാൽ ബാലൻ കെ നായരാണെന്ന സങ്കല്പവും മാറ്റി എഴുതപ്പെട്ടു. ഒരു മധ്യവയസ്കന്റെയും കൗമാരക്കാരിയുടെയും നൊമ്പരപ്പെടുത്തുന്ന കഥ മലയാള പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഭരത് പുരസ്കാരം ഒരിക്കൽ കൂടി മലയാളത്തിൻ്റെതായി മാറിയ സന്ദർഭമായിരുന്നു അത്. ഓപ്പോളിന് ശേഷം വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് ബാലൻ കെ നായർ തിരിച്ചുപോയി. അത്തരമൊരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു നടൻ ജയന്റെ അപകടമരണം. കാലയവനികയ്ക്ക് പിന്നിലേക്ക് ബാലൻ കെ നായർ മറഞ്ഞിട്ട് 1/4 നൂറ്റാണ്ടാകുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് സമീപം ചേമഞ്ചേരിയിൽ നിന്നുമാണ് വാടാനപ്പള്ളിയിലേക്ക് ബാലൻ കെ നായർ എത്തുന്നത്. കോഴിക്കോട് മെക്കാനിക്കായിരുന്ന അദ്ദേഹം വിവാഹത്തോടെ ഷൊർണൂർക്ക് താമസം മാറ്റി. പിന്നീട് ഷൊർണൂരുകാരനായി ജീവിതാവസാനം വരെ. ഷൊർണൂരുകാർ ഇന്നും അദ്ദേഹത്തെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ നാടക വഴികളെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അദ്ദേഹം പകർന്നു നൽകിയ സൗഹൃദത്തിന്റെ ഓർമ്മകൾ പാലക്കാട് ഷൊർണൂർക്ക് സമീപം വാടാനക്കുറിശ്ശിയിലെ പഴയ തലമുറ ഇന്നും ഓർക്കുന്നു. ബാലൻ കെ നായരുടെ സ്മരണാർത്ഥം ആരംഭിച്ചതും 2017 വരെ പ്രവർത്തിച്ചതുമായ പ്രഭാതം കലാ സാംസ്കാരിക വേദി ഇതിനുദാഹരണമാണ്. ഒരു നടനായി ഒരിക്കലും വാടാനപ്പള്ളിക്കാർ ബാലൻ കെ നായരെ കണ്ടിട്ടില്ല. നടനെന്ന ഭാവം അഴിച്ചുവെച്ച് തങ്ങൾക്കൊപ്പം നടക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതിയെന്ന് പഴയകാല സുഹൃത്തുക്കൾ പറയുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ബാലൻ കെ നായർ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു തന്നെ വീട്ടിലെത്തുന്ന പതിവുകാരനായിരുന്നുവെന്നും അവർ പറയുന്നു. പാൻറ്റും കോട്ടും ടൈയും ഒക്കെ സിനിമയിൽ മാത്രമേ അദ്ദേഹത്തിന് ചേരൂ. 81-ൽ അദ്ദേഹം ദേശീയ ചലച്ചിത്ര പുരസ്കാരം വാങ്ങിയത് മുണ്ടും ഷർട്ടും അണിഞ്ഞാണെന്ന് പ്രഭാതം കലാ സാംസ്കാരിക വേദി പ്രവർത്തകർ ഓർമ്മിക്കുന്നു. മലയാള സിനിമയ്ക്ക് ബാലൻ കെ നായർ നൽകിയ സംഭാവനകളെ വില കുറച്ച് കാണുകയാണ് ഭരണകർത്താക്കൾ എന്ന കുറ്റപ്പെടുത്തൽ പ്രേക്ഷക സമൂഹത്തിനുണ്ട്. ഷൊർണൂർ നഗരസഭയോ വാടാനപ്പള്ളി ഉൾക്കൊള്ളുന്ന ഓങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തോ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡെങ്കിലും പ്രഖ്യാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവരത് ആവർത്തിക്കുകയും ചെയ്തു. 10 വർഷത്തോളം രക്താർബുദത്തിന്റെ പിടിയിൽ ജീവിച്ച ബാലൻ കെ നായർ 2000 ഓഗസ്റ്റ് 26-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവസാന കാലം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പലതും പറയാതെ ബാക്കി വെച്ച് അദ്ദേഹം യാത്രയായി. ബെൽബോട്ടം പാൻസും കോട്ടുമിട്ട് ചുണ്ടത്ത് പൈപ്പും വെച്ച് നായകന്മാരെ വെല്ലുവിളിക്കുന്ന ബാലൻ കെ നായർ ജീവിതത്തിൽ പച്ചയായ ഒരു നാട്ടുമ്പുറത്തുകാരൻ തന്നെയായിരുന്നു. തീക്ഷ്ണമായ നോട്ടവും പരുക്കൻ ശബ്ദവും കൊണ്ട് 1 ദശാബ്ദം മലയാള നാടകവേദിയെയും 2 ദശാബ്ദം മലയാള സിനിമയെയും തന്റെ വരുതിയിലാക്കിയ ആ പ്രതിഭയെ മൾട്ടിപ്പിൾ മൈലോമ എന്ന രക്താർബുദം കീഴ്പ്പെടുത്തുകയായിരുന്നു. 10 വർഷം രോഗപീഠകളോട് പടപൊരുതി കാലയവനികയ്ക്ക് പിന്നിലേക്ക് അദ്ദേഹം മറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ വിസ്മയഭാവത്തോടെ മാത്രമേ നമുക്ക് ആ പേര് ഓർമ്മിക്കാൻ കഴിയൂ. ബാലകൃഷ്ണൻ നായർ അഥവാ ബാലൻ കെ നായർ.